തേങ്ങയ്ക്ക് ചുമപ്പ് നിറം കണ്ടാൽ എന്ന പോലെയാണ് പിണറായിക്ക് കറുപ്പ് നിറം കണ്ടാൽ കോപമടക്കാനാവില്ല. കറുപ്പ് നിറത്തിലുള്ള എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിന് പേടി സ്വപ്നമാണ്. പണ്ട് രാജഭരണകാലത്ത് പോലുമില്ലാത്ത അത്രയും ചിട്ടകളാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ളത്. ഇപ്പോൾ മുഖ്യനെ കറുത്തകൊടി കാണിക്കാൻ സാധ്യത എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കൽ എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം വന്നതോടെ പിണറായിയുടെ ഉറ്റതോഴരാം പോലീസുകാർ നേതാക്കളെ ഒരുമിച്ചങ്ങ് പിടികൂടി. യൂത്ത് കോൺഗ്രസ് ഉദൂമ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, സെക്രട്ടറിമാരായ സുധീഷ്, സുശാന്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ദീപു കല്യോട്ട്, വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ എന്നിവരെയും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാരി കോട്ടക്കുന്ന് എന്നിവരെയുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിമാരായ മാർട്ടിൻ ബലാൽ, രതീഷ് രാഘവൻ, ഷിബിൻ, വിനോദ് കള്ളാർ എന്നിവരെ പോലീസ് പിടികൂടുന്നത്. ഇന്ന് ഇരട്ടച്ചങ്കര ജില്ലയിൽ 3 പരിപാടികളാണുള്ളത്. അതിനാലാണ് കരിങ്കൊടി ഭയന്ന് നേതാക്കളെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിറങ്ങാൻ കാരണം. പിണറായിയുടെ ഭരണകാലത്ത് ഒരു ചായ കുടിക്കാൻ പോലും നേതാക്കൾക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നതാണ് സംശയം. മുഖ്യൻ വരുമ്പോൾ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് നാട്ടിൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിണറായിക്ക് കാസർഗോഡ് എത്തണമെങ്കിൽ ഈ നേതാക്കളൊക്കെ ജയിലിൽ എത്തിയെന്ന് ഉറപ്പുവേണം. ഒരുപക്ഷെ അത്തരമൊരു സമാശ്വാസത്തിലാകാം അദ്ദേഹം കാസർഗോഡ് എത്തുന്നത്. കരിങ്കൊടി കാണിക്കുമെന്ന് ഭയക്കുന്നവരെ കരുതൽ തടങ്കലിലാക്കി അടിച്ചമർത്താനുള്ള ഒരു ഏകാധിപതിയുടെ മനോഭാവം തന്നെയാണ് പിണറായി വിജയൻ ഉള്ളതെന്ന് ഓർക്കുമ്പോൾ അങ്ങേയറ്റം നിരാശ തോന്നും. മുൻപ് KSU പ്രവർത്തകരെ കൊലപാതകികൾ എന്ന പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ പോലീസിന്റെ നടപടി ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പൊതുജനതയെ ഇത്രയേറെ പേടിക്കുന്ന പിണറായി എങ്ങനെ ജനസമ്പർക്കം നടത്തുമെന്നതാണ് സംശയം. വോട്ടിന് ആളെ കൂട്ടി അയ്യപ്പസംഘം ഒക്കെ നടത്തുന്ന മുഖ്യൻ അടുത്ത മണ്ഡലകാലം വരുമ്പോൾ അയ്യപ്പന്മാരുടെ വസ്ത്രത്തിലും മാറ്റം വരുത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നേ പറയാനുള്ളൂ.